റസൂലുള്ള ലോകത്തോട് ഇട പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു മദീന വിട്ടിട്ട് പോകുന്നുണ്ട് മറ്റൊരു നാടിലേക്ക്. അങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞു, മദീന വിട്ടുപോയി. എൻ്റെ ഹബീബില്ലാത്ത മദീന എനിക്ക് കാണണ്ട, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് മദീനയിൽ നിന്ന് ദൂരേക്ക് പോയി. അങ്ങനെ സിറിയയിലേക്കാണ് ബിലാൽ റളിയല്ലാഹു അൻഹു പോകുന്നത്. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വപ്നത്തിലൂടെ അള്ളാഹിൻ്റെ ഹബീബ് വരുന്നുണ്ട്. അള്ളാഹിൻ്റെ ഹബീബ് കിനാവിലൂടെ ബിലാൽ തങ്ങളോട് ചോദിക്കുന്നു, അല്ല ബിലാലേ, എന്നോട് നീ അങ്ങ് തെറ്റിയോ, എന്നോട് പിണക്കമാണോ? ഇതങ്ങ് റസൂലുള്ള ചോദിച്ചപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് മടങ്ങി വരികയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് മടങ്ങി വന്നത് കണ്ട് സ്വഹാബത്ത് സന്തോഷം കൊണ്ട് പുളകം കൊണ്ടു അല്ലാത്ത സന്തോഷം. മദീനത്ത് ബിലാൽ റളിയല്ലാഹു അൻഹു വന്നിരിക്കുന്നു. അങ്ങനെ ബാങ്കിൻ്റെ സമയമായപ്പോൾ സ്വഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, ബിലാലെ ബാങ്കി വിളിക്ക്. റസൂലുള്ളാഹിൻ്റെ പേരക്കുട്ടികൾ അവസാനം വന്ന് പറഞ്ഞു, ഹസനും റളിയല്ലാഹു അൻഹും അവർ വന്ന് പറഞ്ഞു, ബിലാലെ ബാങ്ക് കൊടുക്ക്. അവരും പറഞ്ഞപ്പോൾ നിർവാഹമില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ള ഉള്ള കാലത്ത് മദീനത്ത് ബാങ്ക് കൊടുത്തതാണ്. റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം പിന്നെ ഒരിക്കലും ബാങ്ക് കൊടുത്തിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം മദീനയിലേക്ക് തിരിച്ചു വന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു വീണ്ടും ബാങ്ക് വിളിക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ബാങ്ക് വീണ്ടും കേട്ടപ്പോൾ മദീനക്കാരൊന്നടങ്കം വിചാരിച്ചു പോയി, ഞങ്ങളുടെ പഴയ കാലം, റസൂലുള്ള ഉള്ള കാലം തിരിച്ചു വന്നോ? ആ ശബ്ദം കേട്ടപ്പോൾ വളരെ കാലങ്ങൾക്ക് മുമ്പ് കേട്ടതാ, വീണ്ടും കേൾക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ്. സ്വാത്തൊന്നടങ്കം വല്ലാതെ മനസ്സുകൊണ്ട് വിഷമിച്ചെങ്കിലും റസൂലുള്ള ഇല്ല. പക്ഷെ റസൂലുള്ള ഉള്ള കാലം പോലെ തോന്നി, റസൂലുള്ള നിസ്കാരത്തിന് വരുന്നത് പോലെ തോന്നി. ബാങ്ക് ബിലാൽ തങ്ങൾ വിളിക്കുന്നു. അങ്ങനെ ബാങ്ക് കൊടുത്തു. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അവിടെ എത്തിയപ്പോൾ, മുഹമ്മദ് എത്തിയപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ബോധരഹിതനായി വീണു പോവുകയാ. ബാങ്ക് പൂർണ്ണമാക്കാൻ സാധിക്കുന്നില്ല. അവസാനം മറ്റൊരു സ്വഹാബി വന്നിട്ട് ബാങ്ക് പൂർത്തിയാക്കുകയാ. ഇതായിരുന്നു റസൂലുള്ളാഹിൻ്റെ സ്വഹാബത്ത്. ഓരോ സ്വഹാബത്തിൻ്റെ ചരിത്രങ്ങളും നമ്മൾ എടുത്തു നോക്കിയാൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട്. അല്ലാഹു അവരോടൊക്കെ, ഈ സ്വഹാബത്തിനോട് കൂടെ നമുക്ക് നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ.